സൂര്യ വന്ന് അജയനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ മനീഷ് ശർമ്മ എവിടെയുണ്ട്? അയാൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ദുബായിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുക, ഇപ്പോൾ അയാൾ എവിടെയുണ്ടെന്ന് പറ. അയാൾ മാളേക്കൽ എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ഇങ്ങോട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങോട്ട് കൈ മടക്കി പിടിക്കാൻ കേട്ടോ. അജയൻ വന്നിട്ട് പറയും, സൂര്യ അതിനോട് ക്ഷമിക്കൂ സൂര്യ, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അജയനെ തള്ളി മാറ്റേണ്ട സൂര്യ. എന്നിട്ട് ഞാൻ എന്തായാലും അയാളെ കണ്ടിട്ട് വരാം എന്ന് പറയാൻ ഭാവനോട് തൽക്കാലം ആരോടും ഇത് പറയരുത് എന്ന് പറയാണ്. അങ്ങനെ സൂര്യ മനീഷ് ശർമ്മയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. അജയൻ നിന്ന് കരയാൻ കേട്ടോ. അപ്പോൾ ഭാവന ഒന്ന് ചോദിക്കും, നിങ്ങളൊരു അച്ഛനാണോ? അങ്ങനെ ചോദിച്ചിട്ട് അവൾ കടന്നു പോവാണ്. അപ്പോൾ അജയന് മനസ്സിൽ വിചാരിക്കാൻ, അതേ ഭാവന, മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരേ ഒരു അച്ഛൻ ഞാനാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനീഷ് ശർമ്മയുടെ താവളാണ്. അവിടെ അദ്ദേഹം കൂടുതലുള്ള രണ്ടുപേരോട് പറയുന്നുണ്ട്, ഇനി എന്താ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, വരുമ്പോൾ ഞാൻ അറിയിക്കാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആരെന്നെ തേടി വന്നാലും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അദ്ദേഹം പെട്ടിയും എടുത്ത് പോകാൻ നിൽക്കുകയാണ്. വണ്ടി റെഡിയാണ് സർ എന്നും അദ്ദേഹം കൂടെയുള്ളവർ പറയാൻ കേട്ടോ. ആ സമയത്താണ് ശർമാജിയുടെ മുന്നിലേക്ക് ഡോറ തകർന്ന് വീഴുന്നത്. അത് കണ്ട് ശർമാജി ഷോക്കായി നോക്കുകയാണ്. എന്നിട്ട് സൂര്യ മുന്നോട്ട് വരികയാണ്. വണ്ടി റെഡിയാണ്, ഒന്ന് കയറിയാൽ മതി എന്ന് പറയാട്ടോ. 7 മണിക്കല്ലേ ഫ്ലൈറ്റ്, ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. അപ്പോൾ ശർമാജിയുടെ ഗുണ്ടകൾ സൂര്യക്ക് നേരെ അടുക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞ് തടയാട്ടോ അദ്ദേഹം. സൂര്യ, നീ ഇപ്പോൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ് ശർമാജി. അപ്പൊ സൂര്യ പറയുന്നുണ്ട്, അപ്പോൾ എന്റെ പേരൊക്കെ അറിയാം, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നും നിനക്കറിയാം, ആര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലം മനസ്സിലാക്കിയത് എന്നും നിനക്കറിയാം. അപ്പോൾ ശർമാജി സൂര്യയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കാൻ കേട്ടോ. അപ്പൊ സൂര്യ പറയുന്നത്, നിങ്ങൾ നോക്കുന്നത് അജയൻ പാലത്തറയല്ലേ, പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല. നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ശർമാജി ചോദിക്കുകയാണ്. സൂര്യ പറയുന്നത്, ഒരിക്കലുമല്ല, ഞാനിപ്പോൾ വന്നത് ചെറിയൊരു കാര്യത്തിനാണ്, ആ കാര്യം ചെയ്തു തന്നിട്ട് തനിക്കിപ്പോൾ പോകാം എന്ന് പറയാണ്. അപ്പോൾ ശർമാജി മനസ്സിലായില്ല എന്ന് പറയാണ്. സൂര്യ ചോദിക്കുന്നത്, ആരാണ് ഈ വന്ദന ശർമ്മ? ഇത് കേട്ടുന്ന അദ്ദേഹം ഷോക്കാവുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുന്നത്, എന്താ നെട്ടിയത്, പറയണം. എനിക്കറിയില്ല എന്ന് ശർമാജി പറയാണ്. എനിക്ക് പോകണം. അപ്പോൾ സൂര്യ പറയാണ്, സോറി ശർമാജി, പറയണം, ആരാണ് ഈ വന്ദന ശർമ്മ? എന്റെ അക്കൗണ്ടിൽ കിടന്ന 10 കോടി രൂപ എന്തിന് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? അപ്പോൾ ശർമാജി ഒന്നും ഇടാതെ താഴോട്ട് നോക്കി നിൽക്കുകയാണ്. സൂര്യ വീണ് ചോദിക്കുകയാണ്, എന്താ ഞാൻ ഇനിയും വ്യക്തമാക്കണോ? അപ്പോൾ മനീഷ് ശർമ്മ പറയുന്നുണ്ട്, നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ വ്യക്തമാക്കേണ്ട. നിന്റെ അങ്കിളും മാനസയും കൂടിയാണ് ആ ക്യാഷ് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ സഹായിച്ചത്. അതെന്തിനാണെന്ന് ഇനി അവരോട് പോയി ചോദിക്കണം, അല്ലാതെ ഞാനോ എന്റെ മകളോ നിന്റെ ക്യാഷ് മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ സൂര്യ പറഞ്ഞു, വിവരങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ എന്റെ ക്യാഷ് എനിക്ക് ഇപ്പോൾ വേണം, എന്റെ അക്കൗണ്ടിൽ നിന്ന് താൻ പിൻവലിച്ച ക്യാഷ്. അപ്പോൾ ശർമാജി പറയാണ്, സോറി സൂര്യ, അത് നീ തിരിച്ചു വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ സൂര്യ എന്താ ഭീഷണിയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ശർമാജി അതെ ഭീഷണിയാണ്. എന്നിട്ട് ഗുണ്ടകൾ 2 പേരെയും വിളിക്കുകയാണ്, ഇവന് വേണ്ട ക്യാഷ് കൊടുത്തു വിട്ടേക്ക്, എനിക്ക് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് വീണ്ടും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശർമാജിയുടെ 2 ഗുണ്ടകൾ സൂര്യയെ ഇടിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സൂര്യ അവരെ നന്നായിട്ട് പെരുമാറിയിട്ട് അവരെ ഇടിച്ച് ഒരിടത്താക്കിയിട്ട് ഓടിപ്പോകുന്ന ശർമാജിയെ പോയിട്ട് പിന്നാലെ ഓടി പിടിക്കുകയാണ്. എന്നിട്ട് ശർമാജിയുടെ കയ്യിലുള്ള പേഴ്സ് ആദ്യം സൂര്യ വാങ്ങി പോക്കറ്റിലിടുകയാണ്. ശേഷം അദ്ദേഹം നന്നായിട്ട് ഇടിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശർമാജിയുടെ 2 ഗുണ്ടകൾ പിന്നാലെ വന്ന് വീണ്ടും ഇടിക്കുകയാണ്. അങ്ങനെ സൂര്യ അവരെ 3 പേരെയും ഇടിക്കുകയായിരുന്നു. അതിനിടെ ശർമാജി വീണ്ടും പെട്ടിയെടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗുണ്ടകളുമായിട്ട് ഏറെ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം സൂര്യ ഓടിച്ചെന്ന് ശർമാജിയെ പിടിച്ച് വീണ്ടും ഇടിച്ച് അവശ നിലയിലാക്കിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ അവിടെയുള്ള ചെയർ എടുത്തിട്ട് അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. ശർമാജിക്കാകട്ടെ ഈ ഇരിക്കുന്ന ഇടത്ത് നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ശേഷിയിലായിരുന്നു കേട്ടോ. സൂര്യ അദ്ദേഹത്തിന് ഫോൺ എടുത്തിട്ട് പറയും, ഇന്നാ തന്റെ മോളെ വിളിക്ക്. മോളെ വിളിക്കാനാ പറഞ്ഞത്, ഒന്നുകൂടി ഷാർപ്പായി പറയാണ്. എന്നിട്ട് ശർമാജിയുടെ മുഖത്തൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വേഗം ഫോൺ വാങ്ങിച്ചിട്ട് മകൾക്ക് ഡയൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സൂര്യ ഫോൺ വാങ്ങിച്ച് ചെവിയിൽ വെക്കുകയാണ്. അപ്പുറത്തെ ശർമാജിയുടെ മകൾ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് വളരെ സന്തോഷത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഡാഡി പുറപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ, ഇത് ഡാഡിയല്ല. അവൾ സംശയത്തോടെ വീണ്ടും ഫോൺ നോക്കുകയാണ്. വന്ദന ശർമ്മ, ദുബായിലെ പേര് കേട്ട ആർജെ, ഒരുപാട് ആരാധകരുള്ള റേഡിയോ ജോക്കി. ഇത് കേൾക്കുമ്പോൾ വന്ദന ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? എന്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എടി കൊച്ചേ, നിന്റെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, ഇനി ഞാൻ ആരാണെന്ന് പറയാം, സൂര്യദേവ്. അപ്പോൾ അവൻ നെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എന്താ ഈ പേര് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ വന്ദന ചോദിക്കുക, നിങ്ങൾ ആരാണ്? എന്റെ ഡാഡി എവിടെ? ഡാഡി എന്റെ കസ്റ്റഡിയിൽ തരുന്നുണ്ട്, എന്താ സംസാരിക്കണോ എന്ന് ചോദിച്ചിട്ട് സൂര്യ ഫോണ് മനീഷ് ശർമ്മ കൊടുക്കുകയാണ്. അപ്പോൾ വന്ദന ചോദിക്കുക, ഡാഡി എന്താ സംഭവിച്ചത്? മോളെ ഞാൻ പിടിക്കപ്പെട്ടു എന്ന് ശർമാജി പറയുന്നതും സൂര്യ ഫോൺ പിടിച്ചു വാങ്ങാൻ കേട്ടോ. കൂടുതൽ ചോദ്യങ്ങളും സംസാരമൊന്നും വേണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി, എന്നാൽ നിന്റെ ഡാഡി വരാനിരിക്കുന്ന ഫ്ലൈറ്റിൽ തന്നെ വരും എന്ന് പറയാൻ കേട്ടോ സൂര്യ. ഡാഡി മോൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തന്നില്ലേ? ഗിഫ്റ്റില്ല, 2 പേരും കൂടി അടിച്ചു മാറ്റിയില്ലേ 10 കോടി രൂപ, അത് ഉടനെ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിടണം എന്ന് പറയുമ്പോൾ വന്ദന ചോദിക്കുകയാണ്, തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അപ്പോൾ സൂര്യ ചോദിക്കുന്നത്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തനിക്കറിയണോ? അപ്പോൾ വന്ദന പറയാണ്, അതെ എനിക്കറിയാം, താൻ എന്നെ എന്ത് ചെയ്യും? ഈ നിമിഷം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഡാഡിയെ മുന്നിൽ നിർത്തി ഞാൻ ഒരു ലൈവിൽ വരാൻ പോവുകയാണ്. താനും തന്റെ ഡാഡിയും കൂടും ചെയ്ത ചതിയെപ്പറ്റി ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയൂ. ഇത് കേട്ട് വന്ദന ഷോക്കാവാണ്. നോ വേണ്ട എന്ന് പറയാണ്. അപ്പൊ സൂര്യ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അപ്പോൾ മനീഷമ്മ വിളിച്ചു പറയാണ്, മോളെ ഇവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ്,
വെറുതെ നിന്റെ പേര് കളയണ്ട, വേഗം ക്യാഷ് തിരിച്ചയക്ക്. ഇതെല്ലാം കേൾക്കുന്ന വന്ദന ഓക്കെ ഡാഡി ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്റെ ഡാഡിയെ റിലീസ് ചെയ്യും. ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം എന്ന് വന്ദന പറയാണ്. അപ്പോൾ സൂര്യ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എണീക്കുകയാണ്. എന്നിട്ട് മനീഷ് ശർമ്മയെ ഒരു ചവിട്ടും കൂടി കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോണും എറിഞ്ഞു കൊടുത്തിട്ട് സൂര്യ അവിടെ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ. അപ്പോൾ മനീഷ് ശർമ്മയുടെ ഗുണ്ടകൾ വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുക്കാൻ നോക്കുകയാണ്. വേണ്ട പോടാ എന്ന് പറഞ്ഞ് തട്ടി മാറ്റി. എന്റെ സർവ്വതും നശിച്ചു, എന്റെ സർവ്വതും പോയി, ഇനി ഞാൻ എന്തിനു ജീവിക്കാം, എല്ലാം ഇവിടെ നിന്ന് ഓടിപ്പോടാ എന്ന് പറഞ്ഞ് കരയാട്ടോ അദ്ദേഹം. പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ്. അവിടെ ഗായത്രി ഭാവനയ്ക്ക് വിളിക്കുക. മോളെ മാനസിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. ഭാവന പറയുന്നുണ്ട് ഒന്നും പറയണ്ട അമ്മേ, അവളൊരു അബദ്ധം കാണിച്ചതാണ്, ദൈവാധീനം കൊണ്ട് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. ഗായത്രി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ മോളെ സംഭവിച്ചു, മാനസിയാണ് ക്യാഷ് എടുത്തത് എന്നൊക്കെ സേതു പറയുന്നത്. ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി, പക്ഷേ യഥാർത്ഥ ആളെ തിരികെ പിടികിട്ടി, ഇപ്പോൾ ക്യാഷും തിരികെ കിട്ടി എന്ന് പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ ആ കുഞ്ഞല്ലേ അതിന്റെ പിന്നിൽ എന്ന് ഗായത്രി ചോദിച്ചു. അല്ലമ്മേ, അവളൊരു പാവമാണ്, എല്ലാം ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചതാ എന്നൊക്കെ ഭാവന പറയാണ്. അവൾ അങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണല്ല. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ഗായത്രി ചോദിക്കുക. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ബോധമൊക്കെ തെളിഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുമെന്ന് പറയാം. സേതുവേട്ടന് അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാൻ പറയാൻ കേട്ടോ ഗായത്രിയോട്. അങ്ങനെ ഗായത്രി സേതുവിന് ഫോൺ കൊടുക്കും. സേതുവേട്ട വെറുതെ മാനസയെ തെറ്റിദ്ധരിക്കുക, അവളൊരു പാവം പെണ്ണാണ്, എല്ലാം എന്റെയും സൂര്യയുടെ സംശയമായിരുന്നു, മാനസിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവനയോട്. എന്തായാലും ക്യാഷ് ഇപ്പോൾ തിരിച്ചു കിട്ടും, അത് തിരിച്ചു കിട്ടിയ വഴിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഥയാണ്, സൂര്യക്ക് ദൈവാധീനമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ സേതു പറയാൻ സൂര്യക്കല്ല നിനക്ക് ദൈവാധീനമുണ്ട് മോളെ, നിന്നെയായിരുന്നല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭാവന ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ശേഷം ഗായത്രിയമ്മ സേതുവിനെ വഴക്ക് പറയാം. ഇപ്പോൾ എങ്ങനെയുണ്ട്, നീ വെറുതെ ആ പെണ്ണിനെ സംശയിച്ചു, ഞാൻ മാത്രമല്ലല്ലോ ഭാവനയും സൂര്യയൊക്കെ അവരെ സംശയിച്ചില്ല, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എന്തായാലും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം എന്ന് സേതു പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് മാനസയെ വീട്ടിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുകയാണ്. ചുറ്റും എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. സൂര്യ മാനസ സോറി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് എന്ത് അബദ്ധമാണ് മോളെ നീ കാണിച്ചത്. ദേവൻ ചോദിക്കുന്നുണ്ട് സൂര്യ എന്നോട് വെറും സംശയത്തിന്റെ പുറത്ത് കാര്യങ്ങൾ ചോദിച്ചതല്ലേ ഉള്ളൂ. സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് മനീഷ് ശർമ്മയാണ് അദ്ദേഹത്തിന് മകളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അതേ മാനസ, കുറച്ചു മുൻപ് ആ പണം എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് മോളെ സൂര്യയുടെ മൊബൈൽ വന്ന OTP മനീഷ് ശർമ്മക്ക് പറഞ്ഞു കൊടുത്തത്. ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മനീഷ് ശർമ്മയുടെ ക്യാഷ് കൊടുക്കാൻ എന്ന് പറയാൻ. അപ്പോൾ ജയ പറയുന്നുണ്ട് മോൾ എന്തായാലും വിഷമിക്കാതിരിക്കുക, ഇനി മോളെ കൊണ്ടുപോകാൻ ആരും ഇവിടേക്ക് വരും. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മനീഷ് ശർമ്മയുടെ ആ പണം ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യ എന്നെ സംശയസ്ഥിതിക്ക് ഇനി എനിക്ക് ജീവിച്ചിരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഭാവന പറയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മോളെ, ഇപ്പോൾ നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ മാനസ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഒരു നിമിഷം ഞാൻ എല്ലാം നഷ്ടപ്പെടുമെന്ന് ഓർത്തു, പിന്നീട് ഞാൻ ഒന്നും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് കരയാണ്ട്. അപ്പോൾ ദേവന് പറയുന്നുണ്ട് ജയ ഇനി ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കണം. ജയ പറയുന്നുണ്ട് മാനസമോൾ എന്ന് സമ്മതം മൂളുന്നോ അന്ന് നമ്മൾ ഇവളുടെ കല്യാണം നടത്തും അല്ല മോളെ എന്ന് പറയട്ടോ. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി ഭരത്തിന്റെ ഫോണിലേക്ക് വിളിക്കാണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരുടെയും മൂഡൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ജയ തന്നെ ഭാവനയ്ക്കും സൂര്യക്കും ദേവനൊക്കെ ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഭാവന അമ്മ ഇരുന്നോ ഞാൻ വിളമ്പിത്തരാം എന്ന് പറയുമ്പോൾ ജയ കേൾക്കുന്നില്ല. ഭാവന ഇരിക്കെ ഞാൻ നിനക്ക് വിളമ്പിത്തരാം എന്ന് പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിയതിനു ശേഷം ജയ ഭാവനയോട് പറയുന്നുണ്ട് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്, എന്തൊക്കെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്, പലരെയും പല രീതിയിൽ സംശയിച്ചു, കേസ് കോടതി എന്നൊക്കെയായിരുന്നല്ലോ, അവസാനം ഇതാ മാനസയുടെ ഒരു ആത്മഹത്യ, എന്തായാലും ഇന്ന് എന്റെ മനസ്സ് ഭയങ്കര ശാന്തമാണ്, എല്ലാം ഒന്ന് കെട്ടടങ്ങി ആകെ വെളിച്ചം വന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയാം. എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് ഭാവനയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു, ഭാവന എന്നോട് ക്ഷമിക്കണം, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാവനക്കും ദേവനും സൂര്യക്കൊക്കെ സന്തോഷമാവുകയാണ്. സൂര്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെയാണ് ഭാവന, പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ നന്നാവുകയും ചെയ്യും, ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല അമ്മ. എന്തായാലും അമ്മയിൽ നിന്നും ഈ വാക്ക് കേട്ട് തന്നെ എന്റെ വയറ് നിറഞ്ഞു, എനിക്ക് മനസ്സമാധാനം കിട്ടി, സന്തോഷമായി എന്നൊക്കെ പറയാൻ കേട്ടോ സൂര്യ. ഇത് കേൾക്കുമ്പോൾ ജയക്കും സന്തോഷമാണ്. അന്നത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ ഓരോന്ന് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ എന്റെ മനസ്സിനെ എന്നെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. സ്വാമിജി പറഞ്ഞ പോലെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കും, മനസ്സിലെ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കി നല്ല ചിന്തകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഭാവനയെ പറയുന്നുണ്ട് എന്തായാലും ആന്റിക്ക് അങ്ങനെ തോന്നിയത് വളരെ നല്ല കാര്യം, അത് ആന്റിയുടെ മാനസികാവസ്ഥയും ആരോഗ്യത്തിനെയും എല്ലാം ബാധിക്കും, നല്ല സന്തോഷം തന്നെ കിട്ടും, ഇത് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവര് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അതിനിടക്കാണ് ഭാവനയ്ക്ക് എന്തൊക്കെ ഒരു വയ്യായി തോന്നുന്നത്, അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ മാനസ വേഗം അവിടെ നിന്നും എണീറ്റ് വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് ഛർദ്ദിക്കുകയാണ്. ഇത് കണ്ട് ദേവനും ജയം ആകെ പരിഭ്രാന്തരാകുകയാണ് കേട്ടോ. സൂര്യ പിന്നാലെ തന്നെ ഓടി വന്ന് ഭാവന എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് തടവി കൊടുക്കും. ഒന്നുമില്ല സൂര്യ, അത് ഭക്ഷണം പിടിക്കാത്തതിൻ്റെത്, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവന ഫ്രഷ് ആവുകയാണ് കേട്ടോ.
ദേവനും ജയൊക്കെ എന്ത് പറ്റി എന്ന രീതിയിൽ ആകെ അമ്പരം നിൽക്കുകയാണ്. പിന്നീട് സൂര്യ റൂമിലിരിക്കുമ്പോൾ ഭാവന അങ്ങോട്ടേക്ക് വരികയാണ്. സൂര്യക്ക് ഇതുവരേക്കും ഒരു സംശയം തോന്നിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കെന്ത് സംശയം തോന്നാൻ എന്ന് ചോദിക്കേണ്ട സൂര്യ. അപ്പോൾ ഭാവന സൂര്യയുടെ കൈ എടുത്തിട്ട് അവളുടെ വയറിന് മീതെ വെക്കുകയാണ്. ഇത് കണ്ട് സൂര്യക്കാകെ സന്തോഷമാണ്. ഭാവന എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ സൂര്യ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്നില്ലേ, ആ ആഗ്രഹം ഇപ്പോൾ സഫലമാകാൻ പോവുകയാണ്. ഇത് കേട്ടത് സൂര്യക്ക് സന്തോഷമാവുകയാണ്. അവൾ ഭാവനയെ പൊക്കിയെടുത്ത് ആകെ ചുറ്റിക്കാണ് കേട്ടോ. നോക്കിക്കോ ഭാവന, ഇനി നമ്മളുടെ സമയം തെളിയാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നീ കണ്ടില്ലേ, ഇന്ന് രാവിലെ തന്നെ അമ്മയുടെ സംസാരം, നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം അമ്മക്ക് മാറി. ഇനിയിപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലാകും. ഇനി നമുക്ക് സന്തോഷകാലമാണ്, സന്തോഷ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷ മൂഡിൽ നിൽക്കാൻ കേട്ടോ. എന്തായാലും അമ്മയും അച്ഛനൊക്കെ ഈ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് സൂര്യ തിരക്കിട്ട് താഴേക്ക് ഓടുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ ഭാവന.